നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ജനം മൂന്നാമതും മോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം ശ്രദ്ധേയം. രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ അംഗങ്ങൾക്ക് ആശംസ നേർന്നായിരുന്നു രാഷ്ട്രപതി പ്രസംഗം ആരംഭിച്ചത്. വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തി. 140 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാഷ്ട്രപതി പറഞ്ഞു. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം ഗൂഢാലോചന. പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തി VD സതീശൻ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2022 മുതൽ നീക്കം നടക്കുന്നുവെന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 7ാം പ്രതിക്കും ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2022 പ്രിസൺ ആക്ടിൽ ഭേദഗതി വരുത്തിയെന്ന് VD സതീശൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് മുഖം രക്ഷിക്കാൻ. സർക്കാർ പ്രതികൾക്കായി നിലകൊള്ളുന്നു. KK രമ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണെന്ന് KK രമ. 4 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനായിരുന്നു നീക്കമെന്ന് രമ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ ഇത് സംബന്ധിച്ച് മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചിരുന്നതായി KK രമ പറയുന്നു. ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നത് സംബന്ധിച്ചായിരുന്നു മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നതെന്ന് KK രമ പറഞ്ഞു. ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചെന്ന വാർത്തയെ തുടർന്നാണ് നടപടി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒഞ്ചിയവും എടയന്നൂരും വിപ്ലവമല്ല, വൈകൃതമായിരിക്കുന്നു. കൂടുതൽ പറയിപ്പിക്കരുത്. ഭീഷണികൾക്ക് മറുപടിയായി മനു തോമസ്. CPIM നേതാവ് P ജയരാജനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പാർട്ടി വിട്ട യുവ നേതാവ് മനു തോമസ്. TP ചന്ദ്രശേഖരൻ, ഷുഹൈദ് വധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒഞ്ചിയവും എടയന്നൂരും വിപ്ലവമല്ല, വൈകൃതമായിരിക്കുന്നുവെന്ന് മനു തോമസ് കുറിച്ചു. കടലിൽ വെച്ച് മത്സ്യബന്ധനത്തിനിടയിൽ മരിക്കുന്നവർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കണം. ആന്റണി രാജു. കടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനിടയിൽ ഏത് വിധേന മരിച്ചാലും ഇൻഷുറൻസ് തുക ലഭ്യമാക്കണമെന്ന് ആന്റണി രാജു നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഹൃദയാഘാതം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളി മരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികൾ പണം നൽകാറില്ല. ഇതിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു. കർണാടകയിൽ കുട്ടികളെ കടത്തുന്ന സംഘം പിടിയിൽ 6 പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. കർണാടകയിലെ തുമാക്കുരു ജില്ലയിൽ കുട്ടികളെ കടത്തുന്ന സംഘത്തെ പോലീസ് പിടികൂടി. 11 മാസം മുതൽ 2.5 വയസ്സ് വരെ പ്രായമുള്ള 6 കുഞ്ഞുങ്ങളെ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തി. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റ സംഭവത്തിൽ സ്വകാര്യ ആശുപത്രി ഉടമയും 3 നഴ്സുമാരുമടക്കം 4 പേർ അറസ്റ്റിലായി. തമിഴ്നാട്ടിൽ 5ാം വിമാനത്താവളം പ്രഖ്യാപിച്ച് സ്റ്റാലിൻ. നിർമ്മാണം ഹൊസൂരിൽ 2000 ഏക്കറിൽ. തമിഴ്നാട്ടിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ.
ഹൊസൂരിൽ 2000 ഏക്കർ സ്ഥലത്ത് വിമാനത്താവളം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പ്രതിവർഷം 3 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിമാനത്താവളമാണ് നിർമ്മിക്കുകയെന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. ഹൊസൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ഉൽപാദക വ്യവസായിക യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.